ഇന്ത്യയുടെ വാനമ്പാടി, യുഗഗായിക, താമരനൂലിൽ കുരുത്ത ശബ്ദമാധുര്യത്തിനുടമ, നിലാവിൽ മുങ്ങിയ നാദഗംഗ തുടങ്ങിയ ഒട്ടനവധി സംഗീത വിശേഷണങ്ങൾ സമുന്നയ ഭാവത്തോടെ ചെന്നു ചേരുന്ന ഒരേയൊരു ഗായികയെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ, ലതാ മങ്കേഷ്കർ. ഇന്ന് ഫെബ്രുവരി 6. ഈ അതുല്യ പ്രതിഭ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 2 വർഷം പിന്നിടുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം. ഈ മഹാരാജ്യത്തിന് ലതാ മങ്കേഷ്കർ എന്ന പേര് എന്തെല്ലാമാണ്. ഒരു ഗായിക എന്നതിലുപരി അഭിനേത്രിയും നിർമ്മാതാവും സംഗീത സംവിധായകയുമായിരുന്നു അവർ. 75 വർഷങ്ങൾ നീണ്ടുനിന്ന കലാജീവിതത്തിനുള്ളിൽ 36,000-ലധികം ഭാഷകളിൽ ആയിരക്കണക്കിന് ഗാനങ്ങളാണ് അവർ ആലപിച്ചിട്ടുള്ളത്. ചില മറാത്തി സിനിമകൾക്ക് വേണ്ടി സംഗീത സംവിധാനവും ചെയ്തു. രാം രാം കഹുനി, മോഹിത് യാഞ്ചി മഞ്ജുള, മറാത്ത തിടുക, മെൽവാവ, സതി മാൻസൻ, തബ്ഡി മാതി എന്നിവയാണ് ആ ചിത്രങ്ങൾ. ഇതിൽ ആദ്യത്തേതൊഴികെ ബാക്കി 4 സിനിമകളിലും അനന്ത്ഖൻ എന്ന പേരാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ 1942-48 സമയത്ത് 4 വീതം മറാത്തി, ഹിന്ദി ചിത്രങ്ങളിൽ അവർ അഭിനയിക്കുകയും ചെയ്തിരുന്നു. മറാത്തിയിലും ഹിന്ദിയിലുമായിട്ട് ചില സിനിമകൾ ലത നിർമ്മിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ 1929 സെപ്റ്റംബർ 28 ലതാ മങ്കേഷ്കർ ജനിച്ചത്. ഹിന്ദുസ്ഥാനി സംഗീതക്കാരനും മറാത്തി നാടകങ്ങളിലെ അഭിനേതാവും നാടക സംഗീതജ്ഞനുമൊക്കെ ആയിരുന്ന ദീനനാഥ് മങ്കേഷ്കർക്കും ഷെവന്തിക്കും ജനിച്ച ഹേമ എന്ന പെൺകുട്ടിയാണ് പിന്നീട് ലതാ മങ്കേഷ്കർ എന്ന പേരിൽ സംഗീത ലോകം കീഴടക്കിയത്. കുടുംബത്തിലെ മൂത്ത കുട്ടിയായിരുന്നു ലത. താഴെ 3 സഹോദരിമാരും ഒരു സഹോദരനും. ലതയെപ്പോലെ ഈ 4 പേരെയും സംഗീത ദേവത നല്ലവണ്ണം അനുഗ്രഹിക്കുകയും അവരെയൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. ഇവരിൽ ആശാ ഭോസെയാണ് ലതയെപ്പോലെ പിന്നണി ഗാന രംഗത്ത് ശോഭിച്ചത്. ദീനാനാഥ് മങ്കേഷ്കർ ഒരുപാട് കുട്ടികൾക്ക് സംഗീതം പഠിപ്പിച്ചിരുന്നു. അത് കേട്ടുകൊണ്ടാണ് ലതയും സംഗീതം പഠിക്കാനായി തുടങ്ങിയത്. സംഗീത പാഠങ്ങൾ വളരെ വേഗത്തിൽ അഭ്യസിച്ചിരുന്ന ലതയ്ക്ക് പക്ഷേ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ കാര്യമായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതിനുവേണ്ടി ഒരു വിദ്യാലയത്തിൽ ചേർന്നെങ്കിലും താമസിയാതെ അവർ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ലതയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ തുടങ്ങി. ഒരു നാടക കമ്പനിയുടെ നടത്തിപ്പിലൂടെ നല്ല സമ്പാദ്യം നേടിയിരുന്ന ദീനനാഥിന്റെ സ്വത്തുക്കൾ പതുക്കെ ക്ഷയിക്കാനായിട്ട് തുടങ്ങി. നാടക കമ്പനി നഷ്ടത്തിലായതാണ് കാരണം. മൂത്ത കുട്ടിയെന്ന നിലയിൽ കുടുംബത്തിന്റെ പ്രാരാബ്ധം ലതയുടെ ചുമലിൽ വീണു. അങ്ങനെയാണ് ചെറിയ വയസ്സിൽ തന്നെ അവർ സിനിമ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1942 ഒരു മറാത്തി സിനിമയിൽ പാടി അഭിനയിക്കുവാനുള്ള അവസരം ലതയ്ക്ക് കൈവന്നിരുന്നു. അവരുടെ ഗാനം റെക്കോർഡ് ചെയ്തെങ്കിലും ആ സീനിൽ അഭിനയിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ദീനനാഥ് മങ്കേഷ്കറുടെ മരണം സംഭവിച്ചതായിരുന്നു കാരണം. അതിനാൽ അവരുടെ ആ ആദ്യ ഗാനം പുറത്തിറങ്ങിയതുമില്ല. പിന്നീട് 1947 ആപ് കി സേവാ മേം എന്ന ഹിന്ദി ചിത്രത്തിൽ പാടുവാനുള്ള അവസരം ലതയെ തേടി വന്നു. ഈ ചിത്രത്തിന് വേണ്ടി പാടിയ പാ ലാഗു കർ ജോരി രേ എന്ന തുമ്രിയാണ് ലതാ മങ്കേഷ്കറുടെ ആദ്യത്തെ ഗാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിനടുത്ത വർഷം റിലീസായ മജ്ബൂൽ എന്ന ഹിന്ദി ചിത്രത്തിന് വേണ്ടി ഗുലാം ഹൈദർ സംഗീതം നൽകിയ ദിൽ മേരാ തോടാ എന്ന ഗാനമാണ് അവരുടെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്. ദീനനാഥ് മങ്കേഷ്കറുടെ മരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം കുടുംബത്തോടൊപ്പം തന്നെ പൂനെയിലേക്ക് താമസം മാറിയിരുന്നു. ഹിന്ദി സിനിമാ രംഗത്ത് അവസരങ്ങൾ തേടാനുള്ള ലതയുടെ പരിശ്രമങ്ങൾക്ക് ഈ ഒരു മാറ്റം ഗുണകരമായി തീരുകയും ചെയ്തു. ആദ്യ ചിത്രത്തിന് ശേഷം 5 വർഷങ്ങൾക്കകം തന്നെ ലത ഹിന്ദിയിലെ പ്രമുഖരായ എല്ലാ സംഗീത സംവിധായകരുടെ കീഴിലും പാടിക്കഴിഞ്ഞിരുന്നു. 1949 മഹൽ എന്ന ചിത്രത്തിനു വേണ്ടി ലത പാടിയ അയോഗ 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 ആനേവാല എന്ന ഗാനം ഇന്ത്യയൊട്ടാകെ ശ്രദ്ധ നേടി. അതോടെ ഹിന്ദി സിനിമാ ലോകത്തെ നിർമ്മാതാക്കൾ അവരുടെ ചിത്രങ്ങളിൽ പാടിക്കാൻ ലതയുടെ വീടിന് മുൻപിൽ വരി നിന്നു. പതുക്കെ ലതാ മങ്കേഷ്കർ എന്ന പേര് ഹിന്ദി സിനിമ വ്യവസായത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. ഹിന്ദി സിനിമയിലെ പ്രഗത്ഭരായ ഒരു സംഗീത സംവിധായകൻ OP നയ്യാർ മാത്രം ലതാ മങ്കേഷ്കർ എന്ന ഗായികയെ കൊണ്ട് തൻ്റെ ഒരു ഗാനം പോലും പാടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണവും ഇതുവരെ വ്യക്തമല്ല. 1974 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത നെല്ല് എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ പാടിയ കദളി കൺകദളി ചെങ്കദളി എന്ന ഒരേ ഒരു ഗാനമാണ് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള ലതാ മങ്കേഷ്കറുടെ സമ്മാനം. മാതൃരാജ്യത്തോടുള്ള ലതാ മങ്കേഷ്കറുടെ സ്നേഹാദരങ്ങളെ വെളിപ്പെടുത്തുന്ന ഈ ഒരു സംഭവം കൂടി ഈ ഒരു സമയത്ത് പങ്കുവയ്ക്കാം. ഒരിക്കൽ ഒരു അഭിമുഖത്തിനിടയിൽ ഒരാൾ ഗായികയോട് ഏറ്റവും ദേഷ്യം തോന്നുന്ന വിഷയത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി.
വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരിൽ പലരും ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാറുണ്ടെന്നും അത് കേൾക്കുന്നതാണ് തനിക്ക് ഏറ്റവും ക്രോധമുളവാക്കാറുള്ളതെന്നുമാണ് ആ ഗായിക പറഞ്ഞത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ലത എന്ന ഗായിക ഏറ്റവും വാത്സല്യമുള്ള പുത്രി തന്നെയായിരുന്നെങ്കിൽ ആ മകൾക്ക് ഈ രാജ്യം സ്വന്തം മാതാവ് തന്നെയായിരുന്നു. കാശ്മീർ മൊത്തമായി വിട്ടുതരാൻ പകരം ലതാ മങ്കേഷ്കർ എന്ന ഗായികയെ തന്നാൽ മതിയെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ ഇന്ത്യയോട് വ്യവസ്ഥ വെച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് രസകരമായിരിക്കും. നൂർജഹാൻ എന്ന മെലഡിയുടെ രാജ്ഞിയെ തരൂ, പകരം താജ്മഹൽ തന്നേക്കാമെന്ന് ഇന്ത്യയുടെ മറുപടിയും രസകരം തന്നെ. MS സുബ്ബലക്ഷ്മിക്ക് ശേഷം ഇന്ത്യ ഭാരതരത്ന ബഹുമതി നൽകി ആദരിച്ച ഒരേ ഒരു ഗായിക ലതാ മങ്കേഷ്കറാണ്. അരനൂറ്റാണ്ടിലധിക കാലം ഹിന്ദി സിനിമ വേദിയിലെ രാജ്ഞിയായി വാണ ലതാ മങ്കേഷ്കറെ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ മാറ്റൊലി കൊള്ളുന്ന നൂറുകണക്കിന് പാട്ടുകൾ ഉണ്ടാകുമെന്നത് തർക്കമറ്റൊരു വസ്തുതയാണ് അല്ലേ. അവരുടെ ഏത് ഗാനത്തെയും ആർക്കും എങ്ങനെയും സ്നേഹിക്കാം. കാരണം മനുഷ്യ മനസ്സിൻ്റെ സകലമായിട്ടുള്ള ഭാവവികാരങ്ങളെയെല്ലാം ഉൾക്കൊണ്ട ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ഈ ഗായികയുടെ ഗാനങ്ങൾ ഉൾക്കൊണ്ട ഒരു സിനിമയെ പറ്റി മാത്രം ഇവിടെ പരാമർശിക്കാമെന്ന് തോന്നുന്നു. 1960 പുറത്തിറങ്ങിയ മുഗൾ-ഇ അസം എന്ന ഹിന്ദി ചലച്ചിത്രമാണിത്. ഇന്ത്യയൊട്ടാകെ കൊണ്ടാടപ്പെട്ട സംഗീത പ്രധാനമായ ഒരു സിനിമയായിരുന്നു മുഗൾ-ഇ അസം. നൗഷാദിന്റെ സംഗീതത്തിൽ 12 ഗാനങ്ങൾ ഉണ്ടായിരുന്ന ഈ സിനിമയിലെ 8 ഗാനങ്ങളും ലതാ മങ്കേഷ്കർ വ്യക്തിഗതമായി ആലപിച്ചവയായിരുന്നു. ഒരെണ്ണം അവർ ഷംഷാദ് ബീഗത്തിനോടൊപ്പം പാടി. മറ്റു 3 എണ്ണത്തിൽ 2 ഗാനങ്ങൾ ഉസ്താദ് ബഡേ ഗുലാം അലി ഖാനും ഒരെണ്ണം മുഹമ്മദ് റാഫിയുമാണ് പാടിയിട്ടുള്ളത്. അക്കാലത്തെ ഏറ്റവും പ്രൊഡക്ഷൻസ് കോസ്റ്റ് വന്ന ഈ ചിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഘടകം അതിലെ ഗാനങ്ങൾ തന്നെയായിരുന്നു. അതിലെ കൗതുകകരമായിട്ടുള്ള വസ്തുതയാകട്ടെ ലതാ മങ്കേഷ്കർ എന്ന ഗായികയെ കേന്ദ്രീകരിച്ചാണ് ഇതിലെ കൂടുതൽ ഗാനങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ്. അന്നത്തെ ഹിന്ദി സിനിമാ വ്യവസായത്തിൽ ലതാ മങ്കേഷ്കർ എന്ന ഗായികയ്ക്ക് ഏതളവിൽ പ്രസക്തി കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് തിരിച്ചറിയാനായി ഈ സിനിമ മാത്രം മതിയാകും. ഇതിലെ ലത പാടിയ പ്യാർ കിയാ തോ ഡർനാ ക്യാ എന്നൊരു ഗാനം അക്കാലത്ത് രാജ്യത്തെ പ്രണയിതാക്കളുടെ ആവേശമായിരുന്നു. പത്മഭൂഷൺ, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, പത്മവിഭൂഷൺ, ഭാരത് രത്ന, ഓഫീസർ ഓഫ് ലീജിയൻ ഓഫ് ഓണർ എന്നിങ്ങനെ രാജ്യത്തിനകത്തും പുറത്തുമായി അനേകം പുരസ്കാരങ്ങളും ബഹുമതികളും ലതാ മങ്കേഷ്കർ ചാർത്തപ്പെട്ടിട്ടുണ്ട്. ആസ്വാദക ഹൃദയങ്ങളിൽ പടർന്നു കയറുവാൻ ഇനി ഒരു സംഗീതലത ഇതുപോലെ ജന്മം കൊള്ളുമെന്നത് നമ്മുടെയൊക്കെ ഒരു മനോഹര സ്വപ്നം മാത്രമാകും.